മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള കോൺഗ്രസ് ഭവന നിർമ്മാണം വൈകുന്നതിൽ നാടകീയ നീക്കവുമായി ഡിവൈഎഫ്ഐ. സ്ഥലത്ത് ഡിവൈഎഫ്ഐ കുടിൽ കെട്ടി സമരം തുടങ്ങി. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിലാണ് സമരം. വീട് വൃത്തിയാണോ സാജു വിശദാംശങ്ങളുമായി. സാജു, ഇന്നലെ പിണറായി വിജയനും മുഖ്യമന്ത്രിയും അടക്കം കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി വയനാട്ടിലെ കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണം ഡിവൈഎഫ്ഐ അവിടെ കുടിൽ കെട്ടി പുതിയൊരു പ്രതിഷേധ രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഡിവൈഎഫ്ഐ ഇവിടെ നീക്കാൻ? ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത് കുന്നംപറ്റയിലെ കോൺഗ്രസ് മുണ്ടക്കൈയിലെ ദുരിതബാധിതർക്കായി വീട് നിർമ്മിക്കാനായി കണ്ടെത്തിയ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നതിലുള്ള പ്രതിഷേധമാണ് കുടിൽ കെട്ടി സമരമാക്കി ഇപ്പോൾ ഡിവൈഎഫ്ഐ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. കഴിഞ്ഞ ദിവസം നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ വയനാട്ടിലെ ദുരിതബാധിതർക്കായി കോൺഗ്രസ് പിരിച്ച പണത്തെക്കുറിച്ചും അവിടെ നിർമ്മാണം നടക്കാത്തതിനെയും വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. അതിന് കോൺഗ്രസ് നേതൃത്വം മറുപടിയുമായി വരികയും ചെയ്തിരുന്നു. തങ്ങളുടെ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ വ്യക്തമാക്കിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ആ ഭൂമി മറച്ചു കെട്ടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് മാത്രമാണ് ഇപ്പോഴും കോൺഗ്രസ് കടന്നിട്ടുള്ളത്. ഇതിനിടയ്ക്കാണ് ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ചൂടുപിടിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നും ഒരു നാടകീയ നീക്കമുണ്ടാകുന്നത്. ആ ഭൂമിയിൽ ഇപ്പോൾ കുടിൽ കെട്ടി സമരം നടത്തുകയാണ്. കോൺഗ്രസ് ദുരിതബാധിതരെ വഞ്ചിക്കുകയാണ്, അവരോട് നീതി പുലർത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷന്റെ തന്നെ നേതൃത്വത്തിലുള്ള പുതിയ സമരവുമായി ആ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വയനാടുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാരിന്റെ ഭൂമിയിൽ കെട്ടിടങ്ങൾ ഉയരുകയും അതിന്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തു. പക്ഷേ അവിടെയും താമസക്കാർക്ക് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. അതായത് അത് പൂർണ്ണമായും താമസയോഗ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അതേസമയം മുസ്ലിം ലീഗ് അവരുടെ വീടിന്റെ 51 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ആ വീട് ദുരിതബാധിതർക്ക് കൈമാറുകയും ചെയ്തു. കോൺഗ്രസിൻ്റെതാവട്ടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് രാഷ്ട്രീയമായി ഈ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ. അതായത് ദുരിതബാധിതരെ വഞ്ചിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് ചുവട് പിടിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരവുമായി ഈ ഭൂമിയിലേക്ക് ഡിവൈഎഫ്ഐ എത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം കൂടി നമുക്ക് ഇനി അറിയാനുണ്ട്. സൈഫുദ്ദീൻ. യെസ്, ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. സാജു, അതിലേക്ക് പോകും. അവിടെ പണി തുടങ്ങി കേട്ടോ. ആരാ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹം കേരളത്തിൽ പറയുന്നതെല്ലാം നുണകളാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, പണി തുടങ്ങി എന്ന് അദ്ദേഹം വാശി പിടിച്ച് പറയാ. അപ്പോൾ പിന്നെ മറ്റു മാർഗമില്ല. ഞാൻ കോഴിക്കോട് നിന്ന് മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ചു. ഇവിടെ വയനാട്ടിലെ ഡിവൈഎഫ്ഐയുടെ ഇലക്ഷൻ പ്രവർത്തനമൊക്കെ മാറ്റിവെച്ചു. കാരണം ഇത് വലിയ പ്രശ്നമാണല്ലോ. ഇദ്ദേഹം ഇങ്ങനെ നുണ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് പുറപ്പെട്ടു, നിങ്ങളും വന്നു. നോക്കൂ, നിങ്ങൾ ഈ പുറകിൽ കാണുന്നതല്ലേ സ്ഥലം. ഞങ്ങൾ അതിനകത്തേക്ക് കയറുന്നില്ല. കാരണം ഇനി അവരുടെ സ്ഥലത്ത് അതിക്രമിച്ച് കയറി എന്നായിരിക്കും പറയുക. ഞങ്ങൾ അതിനകത്ത് കയറുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു, ഈ വയനാട്ടിൽ ഈ ദുരന്തബാധിതരെ മുൻനിർത്തി പണം പിരിച്ച് മുക്കിയ, ഈ ദുരന്തത്തെ സുവർണാവസരമായി കണ്ട ഈ കോൺഗ്രസ് ഇന്ന് കേരളത്തിലുടനീളം പ്രചരണ പ്രവർത്തനങ്ങൾ, വാഗ്ദാനങ്ങൾ നൽകി പോവുകയാണ്. ആ കോൺഗ്രസിനെ തുറന്നു കാണിക്കാൻ ഇവിടെ കുടിൽ കെട്ടി സമരം നടത്താൻ പോവാണ് ഡിവൈഎഫ്ഐ. കുടിൽ കെട്ടി കേരളത്തിലുടനീളം ഞങ്ങൾ കുടിൽ കെട്ടി സമരം നടത്തും. ഇവിടെയും ഈ വയനാട്ടിലും ഞങ്ങൾ കുടിൽ കെട്ടി പ്രതീകാത്മകമായി